ഹലോ മിസ്റ്റർ ഗ്രിഗറിയുടെ അടുത്ത് ഞാൻ വിളിച്ചു പറഞ്ഞതില്ലേ, ഇവിടെ മാത്യു സാർ മരിച്ചിട്ട് 2 ദിവസമായി, ബോഡി ഇവിടെ കൊണ്ടുവന്നില്ല, ടാർപ്പാളിനും കസേരയും കൊണ്ടുവരാൻ. എന്തെന്ന് അങ്ങനെ മോന്റെ അടുത്ത് അങ്ങോട്ട് ചെല്ലാനാ? സ്വന്തം അച്ഛൻ മരിച്ചെടുക്കുമ്പോൾ മകനെ എങ്ങനെ കസേര എടുക്കാൻ വേണ്ടി പറഞ്ഞു വിടും? പുള്ളി ഇവിടെ ഇരുന്ന് കരച്ചില്ല. പപ്പ എന്തിനു പപ്പ വിദേശ ടൂറെന്നും പറഞ്ഞ് ബിസിനസിന്റെ ആവശ്യത്തിന് വിമാനത്തിൽ കയറാൻ പോയത്? അതല്ലേ അപകടം പറ്റിയത് പപ്പ? അങ്ങനെയല്ലോ, ചക്ക തലയിൽ വീണിട്ടല്ലേ അപ്പച്ചൻ മരിച്ചത്. ഇമ്പോസിബിൾ. ചക്കേ ഈ സിറ്റി മേയർ ആവേണ്ടിരുന്ന ആള് ചക്ക തലയിൽ വീണ് മരിച്ചെന്ന് പറഞ്ഞ നാണക്കേടല്ലേ? ഒൺലി വിമാന അപകടം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് ഈ പറയുമ്പോ ചിലർക്കൊരു ഡൗട്ട് അടിക്കും. സംഭവം എന്ന് പറഞ്ഞാൽ കാക്ക ചക്കയിൽ കുത്തി ചക്ക തലയിൽ വീണാണല്ലോ മാത്യു സാർ മരിച്ചത്. നമുക്ക് ചക്കയുടെ വിഷയം അങ്ങോട്ട് മാറ്റാം. നമുക്ക് നാട്ടുകാരോട് പറയാം, കാക്ക കൊത്തിയാണ് അപ്പച്ചൻ മരിച്ചതെന്ന് പറയാം. കുഞ്ഞാഞ്ഞ ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഞാനിവിടെ വന്നിട്ട് 32 years ആണല്ലോ. ഈ കുടുംബത്തോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ? ഇല്ല. ഞാൻ പറയും ഉണ്ടെന്ന്. അതെന്താ? അല്ലെങ്കിൽ കാക്ക കൊത്തിയാണ് എന്റെ അപ്പച്ചൻ മരിച്ചത് നിങ്ങൾ പറയോ? കാക്ക കൊത്തി അപ്പച്ചൻ മരിക്കാൻ വേണ്ടി എന്റെ അപ്പച്ചൻ എന്താ അത്തിപ്പഴമാണോ? അത്തിപ്പഴം. ഒരു മര്യാദ വേണം സംസാരിക്കുന്നത്. ഓ, അപ്പൊ ഞാനിവിടെ വന്നത് ഇഷ്ടപ്പെട്ടില്ല. നിന്റെ അപ്പം മരിച്ച് അറിഞ്ഞിട്ട് 2 ദിവസമായി. ഞാനിവിടെ വന്നതിൽ നിനക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോടാ? വേറെ നഷ്ടമൊന്നുമില്ല. 2 ചാക്ക് കുത്തയും തീർന്ന് പുതിയൊരു ബാത്റൂമും ഞാൻ പണിയേണ്ടി വന്നു. ഈ തോക്കെന്നെ കൊണ്ട് അടുപ്പിക്കരുത്. ഒരു കാര്യം പറയണം, ഒരിക്കൽ നിന്റെ പപ്പ നിന്നെ കൊണ്ട് ടൂറിന് പോയടാ ഊട്ടിയില്. അവിടെ വെച്ചൊരു കുരങ്ങൻ നിന്നെ എടുത്തോണ്ട് പോയി. ആ കുരങ്ങന്റെ കൈ നിന്റെ പപ്പ മേടിച്ചിട്ട് എന്റെ കയ്യിൽ കൊണ്ടുവന്നടാ നിന്നെ വളർത്താൻ വേണ്ടിട്ട്. പപ്പ എന്തിന് പപ്പ കണ്ണി കണ്ട കുരങ്ങന്മാർക്ക് എന്നെ വളർത്താൻ കൊടുത്തത്? അങ്ങനെയല്ല മോനെ, അങ്ങനെയല്ല. വാറുള്ള കുരങ്ങന്റെ കയ്യിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന് എന്റെ കയ്യിൽ വളർത്താൻ ഏൽപ്പിച്ചു. എന്തിന് പപ്പ കണ്ണി കണ്ട കുരങ്ങന്മാർക്ക് എന്നെ വളർത്താൻ കൊടുത്തത്? എടാ വിടലേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. വാറുള്ള കുരങ്ങന്റെ കയ്യിൽ നിന്ന് നിന്നെ എടുത്ത് എന്റെ കയ്യിൽ ഏൽപ്പിച്ചു വളർത്താൻ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ നടന്ന് ചൂടാവണം? നിങ്ങൾക്ക് പാലില്ലെന്നല്ലേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയാം, എങ്ങനെ പോയാലും അടക്കം 2 ദിവസം കഴിഞ്ഞ് അടക്കം നടക്കത്തുള്ളൂ. നമുക്ക് നാട്ടുകാരോട് അടക്കം പറയണ്ടേ? അടക്കം പറയണ്ട, ഉറച്ച് തന്നെ പറയണം. വിമാന അപകടം. അയ്യോ, ആരെങ്കിലും പറഞ്ഞ എന്റെ സ്വഭാവം മാറും. ഇത് ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല. ഇത് എങ്ങോട്ട് പോവും? അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ആ ക്യാമറ അടിച്ചിട്ട് തിരിച്ചു വരാനേ പറ്റും. ഇവിടെ നിന്ന് കളി. നിന്റെ പപ്പ ചോയി ഇന്ന് വെറും മാനേജരായിട്ടല്ലടാ കണ്ടിരുന്നത്, സഹോദരനെ പോലെയായിരുന്നു. അവൻ ഇന്നലെ മരിച്ചതിന് ശേഷം ജലപാനം നമ്മൾ ആരും കഴിച്ചിട്ടില്ല. അത്രയ്ക്കും വിഷമമുണ്ടടാ എനിക്കും നിനക്കും ജോയേ. ബിരിയാണി നല്ലതുപോലെ കേട്ടിട്ടുണ്ട്. 3 ഗ്ലാസ് വെള്ളപ്പായി കൂടി ബിരിയാണിയും കേട്ടിട്ട് ചണ്ണവളക്ക ജലവാരം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഇവിടെ ഒന്ന് കരയാതെ. ഞാനൊരു കാര്യം ഈ സന്ദർഭത്തിൽ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാനൊരു നഗ്ന സത്യം പറയാം. നിന്റെ പപ്പയ്ക്ക് മറ്റൊരു സ്ത്രീയിൽ ഒരു മകളുണ്ട്. ആ മകൾക്ക് ഈ ബ്ലഗോബും പകുതി സ്വത്ത് എഴുതി കൊടുക്കണമെന്ന് നിന്റെ പപ്പയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പപ്പ ഒരു കുഴപ്പമുണ്ടായിട്ട് എന്താ ഒരു വാക്ക് പറയാത്ത? എവിടെ ഉണ്ട് എന്റെ കുഞ്ഞു പെങ്ങൾ? എന്റെ വീട്ടിലുണ്ട്. വീട്ടിലോ? എന്റെ മോള് ഗ്രേസി. അവളുടെ പപ്പ ഞാനല്ല, നിന്റെ പപ്പയാണ് അവളുടെ പപ്പ. ഒരു നുണ കഥ അടിച്ചു കഴിഞ്ഞാൽ ഈ ബംഗ്ലാവും പാതി സ്വത്തും കൂടെ കിട്ടിയാ നന്നായി ഈച്ചും കൊണ്ട് അങ്ങ് പോവാ. ഹലോ ഹലോ ഹലോ, ഞാൻ പറയുന്നത് കേൾക്കൂ, ഇങ്ങോട്ട് വരരുത്. ഞാൻ സംസാരിച്ചു, ഞാൻ അവിടെ വന്ന് വെച്ചാ ജോയ്മനെ. എന്താ ആരാ എന്താ സംഭവം? ഒരു പ്രശ്നം ഉണ്ടല്ലോടാ. എന്ത്? നിന്റെ പപ്പയുടെ തലയിൽ ചക്ക വീണ് മരിക്കുന്നത് ഒരാൾ കണ്ടു. ആര്? 1 മിസ്റ്റർ തേങ്ങ വെട്ടുകാരൻ മുരളി. അവനിവിടെ വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യണം, മുരളിയോട് മോൻ സംസാരിക്കാൻ നിൽക്കണ്ട, പപ്പ സംസാരിച്ചോളാം. ഓക്കെ. കാരണം അവർ അന്തസ്സില്ലാത്തവരാണ്. മോൻ സംസാരിക്കരുത്. ഇല്ല, ഞാൻ സംസാരിച്ചോളാം. ഇവിടെ ആരുമില്ലേ? ആളുണ്ടല്ല. എനിക്കൊരു കാര്യം അറിയണം. നിനക്കൊരു കാര്യം ചൊറിയണമെങ്കിൽ നീ ചൊറിയണം. അതല്ലത്, എനിക്കൊരു കാര്യം അറിയണമെന്ന്. എന്താ? എനിക്കെങ്ങനാ നിങ്ങക്കെങ്ങനാ? ജോയ്മോനെ, മുരളി പറയുന്നത് അവൻ എങ്ങനെ എനിക്കെങ്ങനാന്ന്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ വ്യക്തമായിട്ട് ചോദ്യം എന്താണ് കാര്യം? മുരളിക്ക് വരൂ. അവൻ എങ്ങനാ എനിക്കെങ്ങനാന്ന് പറഞ്ഞ മുരളി ഈ സംഭവം എങ്ങനെയാ കണ്ടത്? ഞാൻ രാവിലെ തേങ്ങ വെട്ടാൻ വേണ്ടി തെങ്ങി കേറി. ഓ മൈ ഗോഡ്, ഗുഡ്നസ് ന്യൂസ്. ജോയ്മോനെ, അവൻ രാവിലെ തേങ്ങ വെട്ടാൻ കയറിയപ്പോഴാണ് കണ്ടത്. പിന്നെ തേങ്ങ വെട്ടാനല്ല തെങ്ങിന് പാല് ഇറക്കാരെങ്കിലും കയറോ? ചോദിക്കുക എന്താണ് കാര്യം? ഞാനൊരു കാര്യം പറയാം. നമ്മൾ പറയുന്നത് പോലെ നാട്ടുകാരോട് പറയുകയാണെങ്കിൽ നിനക്ക് എത്ര രൂപ വേണം? പൈസയുടെ കാര്യം ഞാൻ പറയും. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് പോലെ പറഞ്ഞാൽ പൈസ തരാം. പറഞ്ഞോളൂ. ചക്ക വീണല്ല,
മാത്യു മരിച്ചത്. അതെന്തൊരു സംസാരമുണ്ട്? ഞാൻ ചക്ക വീണല്ല സാറ് മരിച്ചില്ലെങ്കിൽ ചക്ക എടുത്ത് തല ഇടിച്ച് സ്വന്തമായിട്ട് ചത്താൻ കയറി. എടാ അങ്ങനെയല്ലെന്ന്. പിന്നെ? നീ ഇരിക്കണ തോക്കണ്ട. അവൻ വിരളി പിടിച്ചവനാണ്, വെടിവെച്ച് കളയും. ഞാൻ പറയുന്നത് പോലെ പറയണം. ചക്ക വീണല്ല, വിമാന അപകടത്തിലാണ് സാറ് മരിച്ചെന്ന് പറയണം. അങ്ങനെ പറയട്ടെ, എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പറഞ്ഞു. ചക്ക വീണല്ല സാറ് മരിച്ചത്, വിമാന അപകടത്തിലാണ് സാർ മരിച്ചത്. ഇത്രേ ഉള്ളൂ. ഒരു കാര്യം പറയാൻ നമ്മളത് മനസ്സിലാക്കാൻ പറ്റും. ജോയ് മോനെ, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് മോനെ. മുരളെ ആ പറയൂ, എന്റെ പപ്പ എങ്ങനെയാണ് മരിച്ചത്? വിമാനത്തിൽ ചക്കയും കൊണ്ട് വന്നപ്പോ വിമാനത്തിൽ കാക്ക കൊത്തി വീട്ടിൽ നിന്ന് സാറ് മരിച്ചുപോയി. വിമാനത്തിൽ ചക്ക കൊണ്ടുവന്നപ്പോ വിമാനത്തിൽ കാക്ക കൊത്തി? എന്തോ നീ പറയുന്നത്? അല്ല, ഇങ്ങനെ അച്ഛനല്ലേ വിമാനത്തിൽ ചക്കയും കൊണ്ടുവന്നപ്പോ കാക്ക കൊത്തിയത്? എന്റെ അച്ഛനാ? അല്ല, എന്റെ അച്ഛനാണ് വിമാനത്തിൽ ചക്കയും കൊണ്ടുവന്നപ്പോ കാക്ക കൊത്തിയ. അല്ലടാ, എന്റെ അച്ഛൻ. നീ പോടാ, ഇറങ്ങി. ഇറക്കി വിടടാ അവനെ. ഒരുത്തന്റെ അച്ഛൻ ഒരു കാര്യം പറയാം. വിഷമിച്ച് നിൽക്കുമ്പം ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അങ്ങേരത്തോളം ദേഷ്യപ്പെടുന്ന എന്തിന്? അങ്ങേരെ അച്ഛൻ മാത്രമല്ല മരിച്ചത്, എന്റെ അച്ഛനും മരിച്ച് വന്ദേ ഭാരത് തിരിച്ചാണ് എന്റെ അച്ഛൻ മരിക്കുന്നത്. അതങ്ങനെയല്ലല്ലോ, പോത്തുകുത്തിയാണല്ലോ നിന്റെ അച്ഛനെ കൊന്നാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. ആഹാ, അങ്ങേരെ അച്ഛനെ വിമാനത്തിൽ കയറ്റി വിടാമെങ്കിലേ എന്റെ അച്ഛനെ വന്ദേ ഭാരതിലും കയറ്റി വിടാൻ എനിക്ക്. ഞാനൊരു കാര്യം പറയാം. മാത്യു സാറിനെ വിമാനത്തിലോട്ട് കയറ്റി വിടാൻ എത്ര രൂപ വേണം? എനിക്ക് 50,000 രൂപ വേണം. തേങ്ങ വെട്ടാൻ പോണോ? നിനക്ക് 50,000 രൂപയെ? എടാ, നിനക്ക് ഒരു ദിവസം തേങ്ങ വെട്ടാൻ പോയി എത്ര കിട്ടും? എത്ര കിട്ടുമെന്നാ? ഞാൻ തെങ്ങി കയറുന്നതിനൊരു തേങ്ങ, തെങ്ങിന്ന് ഇറങ്ങുന്നതിനൊരു തേങ്ങ, വെട്ടോത്തിക്കൊരു തേങ്ങ, ഏണിക്കൊരു തേങ്ങ, തേങ്ങയ്ക്കൊരു തേങ്ങ. ഇത് എന്തോന്ന് തേങ്ങ പറയുന്നത്? ഇവരെ ഇറക്കി വിടാൻ. നിങ്ങൾ എനിക്ക് ഒട്ടും സമയമല്ല. നിങ്ങൾ പൈസ എനിക്ക് ഇഷ്ടംപോലെ ജോലിയുള്ളതാണ്. ഞാൻ രാവും പകലും ഈ മെഷീനും വെച്ച് ഞാൻ തെങ്ങി കയറുന്നവരാണ്. ഞാൻ ലാഭം പകലും പോണെങ്കിൽ ഒരുപാട് പൈസ അവരുടെ കൈ കാണുമല്ലോ. നമുക്ക് ആവശ്യമില്ലല്ലോ. ഇഷ്ടംപോലെ പൈസ ഉണ്ട്. നിന്റെ വീട്ടുകാരൊക്കെ ഉണ്ട്? ഞാനും എന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. കുഞ്ഞുങ്ങളില്ല. എടാ, 27 മണിക്കൂറും തെങ്ങിന്റെ മോളിൽ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ? നീ ആ മെഷീനെ കൊണ്ട് താഴെ ഇറങ്ങി വരണ്ടേ? അല്ലെങ്കിൽ നിന്റെ ഭാര്യ കുഞ്ഞുങ്ങളെ കൊണ്ട് തെങ്ങിന്റെ മോളിൽ കയറി വരും. 27 മണിക്കൂറും തെങ്ങിന്റെ മോളിൽ കയറി ഇരുന്നിട്ട്. മോനെ വൈബ്രേറ്റ് അടിക്കുന്നു ഫോൺ. വൈബ്രേറ്റ് അടിക്കുന്ന എങ്ങനെയാ കേട്ട്? കേട്ട. ഹലോ, ആണല്ലേ? ഓക്കെ. അമേരിക്കയിൽ നിന്ന് ടോണി വന്നു. ഇങ്ങോട്ടുള്ള വഴി അറിയില്ല. ഫുൾ ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞു കൊടുക്കും കുഞ്ഞാ. ഹലോ, എയർപോർട്ട്, ചാക്ക, പേട്ട, കടക്കൂട്ടം, പത്തനംതിട്ട. സാർ, എയർപോർട്ട് സ്ട്രേറ്റ് റോഡ് സാർ, 24 കിലോമീറ്റർ. ടേൺ ലെഫ്റ്റ്, ടെമ്പിൾ. ഇതാ ഹൗസ്. ഓക്കെ. കുഞ്ഞാ. ഓ, കോട്ടൂരു ആ വെട്ടോത്തി എടുക്കൂ. കൊടുക്കൂ. ഇതിടൂ. ഇന്ന് മുതൽ നിങ്ങളാണ് എന്റെ കുഞ്ഞാഞ്ഞ. ഈ ചടങ്ങിന് വരുന്ന ഓരോരുത്തർക്കും കരിക്ക് വെട്ടി കൊടുക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും കളഞ്ഞൂടെ? പറഞ്ഞ കേട്ടോ. നീ ഒറ്റ വന്ന് കയറിപ്പാണ് എന്റെ ജോയ് മോൻ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇത്രയും വർഷമായില്ല. എന്നോട് കൂടുതൽ കളിക്കുന്നുണ്ടല്ലേ? പിറകെ നിങ്ങൾക്ക് ഷുഗർ ഉണ്ട് കേട്ടാ. എനിക്ക് ഷുഗർ ഒന്നുമില്ല. ഷുഗർ ഉണ്ടെന്ന് നിങ്ങൾക്ക്? എനിക്ക് ഷുഗർ ഇല്ല. ഇല്ല പോലും. സിറ്റ് ഔട്ടിൽ കിടന്നുറങ്ങിയ മനുഷ്യനാണ്. രാവിലെ എണീറ്റ് വന്ന് അടുക്കളയെന്ന്. അതെങ്ങനെ? ഉറുമ്പ് പൊതിച്ചോറ് കൊണ്ട് വളർന്ന കല്ലേക്ക് എടുത്തോണ്ട് അടുക്കള. നമ്മൾ പറയുന്നത് പോലെ പറയുന്നേ. നിനക്ക് എത്ര രൂപ വേണം? 60,000 രൂപ എനിക്ക് വേണം. 60,000 രൂപ. ജോയ് മോനെ, അവൻ പറയുന്നത് 60,000 രൂപ വേണമെന്ന്. ഞാനൊരു 55,000 രൂപ കൊടുക്കും. പക്ഷേ മുരളി പറയണം. തെച്ചു വിട്ടുപോയി, കുറെ വർഷമായി. എങ്കിലും മിസ്റ്റർ വിശ്വം, നരനായും നാരിയായും അടരണം നീ എന്റെ മുന്നിൽ. മിസ്റ്റർ വിശ്വം, നിനക്ക് ഇളവി കിടക്കുമെന്നല്ലേ ഇതിന് പൈസ കൊടുക്കണം പറഞ്ഞപ്പോ മിസ്റ്റർ വിശ്വം മിമിക്രി കാണിക്കുന്ന എവിടെയെന്ന് അവൻ പറയണോന്ന്. നിങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാം. 36 വർഷമായി സാറേ ഞാൻ തേങ്ങ വെട്ടം തുടങ്ങിയിട്ട്. ഇതിനിടയ്ക്ക് കൊട്ടത്തേങ്ങയും നല്ല തേങ്ങ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും എനിക്കൊരു ചിരട്ടയും കിട്ടിയിട്ടില്ല. പിന്നെ ഈ തേങ്ങ വെട്ടേരെ മുരളിയുടെ വരണമെങ്കിൽ ഈ മുരളിയെ നിങ്ങൾ ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായില്ല? മുരളിയെ ഒരുപാട് നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളെ ഒരു വേട്ടം വേണ്ട. 36 കൊല്ലമായി സാറേ ഞാൻ ഇവിടെ വന്നിട്ട് ഈ മുരളിയെ ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു. മുരളി, നിന്റെ തേങ്ങ വെട്ട് കൂട്ടുകാരടുത്ത് പറയണം നിന്റെ മൂട്ടിൽ ഇസ്തിരി കയറി ഇവിടെ വന്ന് ഷോ കാണിക്കാൻ വന്നില്ലേ സ്വഭാവം അറിഞ്ഞൂടാ. തോക്കിന്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞ കുഞ്ഞു തോക്കെടുത്താൽ കുഞ്ഞിന്റെ സ്വഭാവം കുഞ്ഞിന് പോലും കിട്ടത്തില്ല. തോക്കെന്ന് പറഞ്ഞാലേ കുഞ്ഞിന്റെ അപ്പൂപ്പന്റെ ആയിരുന്നു. അയ്യോ ഭഗവാൻ, ഒരു വേട്ടക്കാരനായിരുന്നു പുള്ളിയുടെ അപ്പൂപ്പൻ. പക്ഷെ ആളിതാ ഇത്തിരിയേ ഉള്ളൂ. ഇത്തിരി ഉണ്ടെങ്കിൽ എന്ത് എല്ലാവരും ഇടിച്ചു വീഴ്ത്തും. പക്ഷേ ഇപ്പൊ ഇല്ല, മരിച്ചുപോയി. അയ്യോ, അതെങ്ങനെ? അതൊന്നും പറയണ്ട കുഞ്ഞാഞ്ഞ. വേണ്ട പറയണം. നമ്മുടെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് 10 പേര് അറിയേണ്ട ജോയ് മോനെ. അങ്ങനെ വീട്ടിലൊരു ആന ഉണ്ടായിരുന്നു. ആന ഇങ്ങനെ പഴം കഴിച്ചോടിന്നപ്പോ അപ്പൂപ്പൻ ഇത് കണ്ട് എന്നോട് ചോദിക്കാതെ പടം എടുത്ത് തിന്നുന്നോടാ ആനയെന്നും പറഞ്ഞ ആനയുടെ വായിലോട്ട് കൈ അടിച്ചങ്ങ് കയറ്റി. എന്നിട്ട് നൂഡിൽസ് തിന്നുന്ന കണക്ക് ആന. ഇപ്പൊ 4-5 പിണ്ടത്തിൽ ചന്ദനത്തിരി കത്തിച്ച് അമ്മൂമ്മ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പൂപ്പനെ കണ്ടില്ലേ എന്ന് പറഞ്ഞു. പാവം. എങ്ങനെയുണ്ട് മോനെ ഞാൻ കയറ്റി വെച്ചത്? കയറ്റി വെക്കുമായിരുന്നു അതോ ഇറക്കി വെക്കുമായിരുന്നു?
ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോളാം. ഞാൻ പറയുന്നത് എന്നെ കൊണ്ട് തോക്കെടുപ്പിക്കരുത്. ഈ തോക്കെടുത്തിട്ട് സ്വഭാവം മാറും. കുറെ നാള് കൊണ്ട് നിന്റെ തോക്കെന്ന് പറഞ്ഞ് നീ എന്നെ പേടിപ്പിക്കുന്നില്ലേ? എവനും അവന്റെ പപ്പ ഇങ്ങനെ 24 മണിക്കൂർ തോക്ക് അവന്റെ ഒരു തോക്ക്. അയ്യോ മോനെ തോക്കെടുത്ത് പൊടിഞ്ഞടാ. അതല്ലേ ഞാൻ പറഞ്ഞ ഈ തോക്ക് എനിക്ക് എടുത്താ ഒടിഞ്ഞു. അതുകൊണ്ടല്ലേ ഇവിടെ വെച്ചേക്കുന്നത്. നിങ്ങൾ എടുത്ത് എടുക്കാൻ പറഞ്ഞ തോക്കെടുക്കല്ലേ എന്നെ കൊണ്ട് എടുപ്പിക്കല്ലോ. ഹലോ, എന്താ ഫിലിപ്പേ? അയ്യോ പിന്നെ വേറെ സംഭവം. എന്ത്? ആശുപത്രി നിന്നാണ് വിളിച്ചത്. അവിടെ എല്ലാരും കാര്യങ്ങൾ അറിഞ്ഞെന്ന്. നിന്റെ പപ്പയുടെ തലയിൽ ചക്ക വീണാണ് മരിച്ചെന്നുള്ള കാര്യം അറിഞ്ഞു. ഞാൻ എന്ത് ചെയ്യും? അവിടെ നിന്ന് കുറച്ച് പോലീസുകാർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. നിങ്ങളെ പോലീസുകാരൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പോലീസുകാർ വരുമ്പോ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുമെന്ന്. എന്താണ്? ചക്ക വീണാണ് പോലീസുകാർ മരിച്ചേന്ന്. എവനെ ഞാൻ തോക്കെടുത്ത് ഞാൻ വെടിവെക്കും. കുഞ്ഞാഞ്ഞേ ഞാൻ